ഡോക്ടർമാരും വേണ്ടത്ര ജീവനക്കാരുമില്ലാതെ കിതയ്ക്കുകയാണ് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സ്ഥിതിയുമാണ് രോഗികൾക്ക്. ആശുപത്രികളിലെ ഗ്രേഡ് ഉയർത്തുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നിയമനങ്ങൾ നടത്താത്തതാണ് പ്രശ്നം. ശസ്ത്രക്രിയ വിദഗ്ധനെ കാണാൻ അതിരാവിലെ ഒപിയിലെത്തിയതാണ്. ഉച്ചയായിട്ടും ഡോക്ടറെ കണ്ടില്ല. ഡോക്ടറെ കാണാൻ വരുമ്പോൾ പിന്നെ ഡോക്ടർ വന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലായിരിക്കും. ശിശുരോഗ വിഭാഗത്തിന് മുന്നിലും ENT OPക്ക് മുന്നിലും ഇതേ സ്ഥിതി. ജനറൽ മെഡിസിൻ OP എന്നെഴുതിയ മുറിക്കുള്ളിൽ ഉള്ളത് ആകെ ഒരു ഡോക്ടറും. 2000 രോഗികൾ വരെ OPയിലും 400 രോഗികൾ വരെ കിടത്തി ചികിത്സയിലുമുള്ള നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ കാഴ്ചയാണിത്. ഇവിടുത്തെ ട്രോമ കെയർ യൂണിറ്റിന്റെ സ്ഥിതി കൂടി കാണണം. 2011 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തി. ഇപ്പോഴിവിടം കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രമായി മാറി. മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കക്കൂസിനോട് ചേർന്ന മുറിയിൽ. സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പോലുമുള്ള ജീവനക്കാരില്ലെന്ന് ചുരുക്കം. ഇത് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ മാത്രം കാഴ്ചയുമല്ല. ആരോഗ്യവകുപ്പിന് കീഴിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെയുള്ള മിക്ക ആശുപത്രികളിലെയും സ്ഥിതി ഇതാണ്. കുറച്ച് കെട്ടിടങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഡോക്ടർമാരോ നഴ്സോ അതിനോടനുബന്ധിച്ചുള്ള സ്റ്റാഫ് പാറ്റേണോ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ കാലാവധി കഴിയും മുൻപ് ചില ആശുപത്രികളെ ഗ്രേഡ് ഉയർത്തി ബോർഡ് മാറ്റി സ്ഥാപിച്ചിരുന്നു. എന്നാൽ വേണ്ടത്ര നിയമനങ്ങൾ നടത്തിയില്ല. UDF സർക്കാർ വന്ന ശേഷവും പ്രാദേശിക നേതാക്കളുടെയും MLAമാരുടെയും ആവശ്യപ്രകാരം ആശുപത്രികളുടെ ഗ്രേഡ് ഉയർത്തി. അപ്പോഴും നിയമനങ്ങൾ മാത്രമുണ്ടായില്ല. ഇപ്പോഴും പിന്തുടരുന്നത് 1961 സ്റ്റാഫ് പാറ്റേൺ. താഴെത്തട്ടിലെ ഇത്തരം ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ താളം തെറ്റിയതോടെ രോഗികൾ കൂട്ടത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളെ ആശ്രയിച്ചു തുടങ്ങി. റഫറൽ സംവിധാനം പൂർണ്ണമായും പാളി. സർക്കാരിന്റെ തന്നെ കണക്കിൽ ആരോഗ്യവകുപ്പിന് കീഴിലെ വിവിധ തലങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവ് 587, നഴ്സുമാരുടെ ഒഴിവ് 682 വരും. ഡോക്ടർമാരടക്കം പാരാമെഡിക്കൽ ജീവനക്കാരെ NRHും കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ടെങ്കിലും പല ജില്ലകളിലും ഈ സംവിധാനം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. വേണ്ടത്ര ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിക്കാതെ ബോർഡ് മാറ്റിവച്ചുള്ള വികസനം, അതാണ് കാലാകാലങ്ങളായി മാറി വന്ന സർക്കാരുകൾ ചെയ്തത്. അതുതന്നെയാണ് ഇത്തരം സർക്കാർ ആശുപത്രികളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. ക്യാമറാമാൻ സാജനൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.